ഏതൊരു ബിസിനസ്സുകാരന് തൻ്റെ മാർക്കറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഉണ്ടോ അവനെ തോൽപ്പിക്കാൻ പാടായിരിക്കും. ഏതൊരു ബിസിനസ്സുകാരന് മാർക്കറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഉണ്ടോ അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് ഒരു ഇൻവിസിബിൾ തിങ്ങാണ്. ആരെങ്കിലും ചോദിക്കുക അതെന്തോ അത്? ഇറ്റ്സ് ഇൻവിസിബിൾ ലിറ്റിൽ തിങ്. ചെറിയൊരു കാര്യമാണ് ഈ മാർക്കറ്റിനെ കൂടുതൽ അറിയുക എന്ന് പറയുന്നത്. മാർക്കറ്റിനെ എല്ലാവർക്കും അറിയാം, കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാവർക്കും മാർക്കറ്റിനെ അറിയാം. പക്ഷെ നമുക്ക് ഒരു ഇത്തിരിയൂടെ കൂടുതൽ അറിയാം. അതെന്തുവാ? എനിക്കറിയാം ഈ ഇരിക്കുന്ന എൻ്റെ കസ്റ്റമറുടെ പേര് റിയാസ് എന്നാണെന്ന്. റിയാസ് എന്ത് ചെയ്യുകയാണെന്ന് അറിയാം. ഈ ഇരിക്കുന്ന ഡോക്ടർ രാജേഷ് ആണെന്ന് എനിക്കറിയാം. ഞാൻ അവരെ പേരെടുത്ത് വിളിക്കുന്നു. ഷുക്കൂറിക്ക, ആ പേരെടുത്ത് വിളിക്കുന്നത് ഈസ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ മാർക്കറ്റ്. ചെറിയ കാര്യമാണ്. ഈ കൂട്ടത്തിൽ, ഈ 330 പേരിരിക്കുന്ന കൂട്ടത്തിൽ ഷിജു കെ ബാലോ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഷിജുവിന് കിട്ടുന്ന ഒരു ഫീലുണ്ട്. വിനോദേട്ടോ എന്ന് ഞാൻ വിളിക്കുമ്പോൾ, ആരിഫെ എന്ന് വിളിക്കുമ്പോൾ, ബാബു ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ, നാഗലക്ഷ്മി മാം എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഇതെന്താക്കുമെന്നറിയോ? ആ ലിറ്റിൽ കെയർ, ദാറ്റ് ലിറ്റിൽ കെയർ മേക്സ് ദം എ റിപ്പീറ്റഡ് കസ്റ്റമർ. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ അവർക്കറിയാം മൻസിബിന് എന്താ വേണ്ടത്. അത് ചായയാണെങ്കിൽ അത് ഏത് ലെവലിലായിരിക്കണം, അതിൻ്റെ ഷുഗർ എത്രയായിരിക്കണം, ഷുഗർ വേണോ വേണ്ടയോ, അതിൻ്റെ കടുപ്പ് അവർക്കറിയാം. അതറിയാമെങ്കിൽ ആ കടയിൽ മൻസിബ് വീണ്ടും 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 പോവും. അതുകൊണ്ടാണ് ഒരേ കടയിൽ പോയിട്ട് എന്നും നമ്മൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് അവന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. ദാറ്റ് ലിറ്റിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ കോമ്പറ്റീറ്റർ. ഇപ്പോൾ രണ്ടാമത് എന്ത് പഠിക്കണം? ആ മാർക്കറ്റിൽ ഇൻഡെപ്തിൽ ഇറങ്ങി പഠിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം ഒരേ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത്. ദാറ്റ് ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ് വെരി ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. എന്തുകൊണ്ടാണ് നമ്മളുടെ കസ്റ്റമറെ നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ എമ്പതി, സഹാനുഭൂതി ഉള്ളവർ. മറ്റേത് നമ്മൾ ഇഷ്ടമല്ലാത്തവനായിരുന്നു സെർവ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും ചേരത്തില്ല, നമുക്ക് അവരോടൊരു ഫീല് തോന്നത്തില്ല. മനസ്സിലാവുന്നു? ആ ഫീല് കിട്ടാതെ ബിസിനസ് ചെയ്താൽ ഒരു സുഖം ഉണ്ടാകത്തില്ല. സോ നമ്മൾ ആരെയാണോ സേവ് ചെയ്യുന്നത് അവരെക്കുറിച്ചുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, അവരെക്കുറിച്ച് കൂടുതൽ 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 പഠിക്കുക, ആ മാർക്കറ്റിനെ കുറിച്ച്. അതാണ് നമ്മളുടെ കടമ, നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് ദാറ്റ് ക്രിയേറ്റ്സ് ദ മാജിക് ഇൻ അവർ ബിസിനസ്. A deep understanding of who you serve is the real magic in our business.